അതുകൊണ്ട് ആരാധനയ്ക്ക് ഇവിടെ പറയാം. എന്നിട്ട് പാർട്ടിക്ക് എന്താണ് വേണ്ടത്, അത്തരം മൂല്യങ്ങളെല്ലാം മുറുകെ പിടിക്കാം. ഞാൻ ഈ സമ്മേളനത്തിൽ ഒരു ആവേശം കൊണ്ടുവന്നവനാണ്. നിശ്ചയിക്കപ്പെട്ട ആളല്ല ഞാൻ ഒരു പരിപാടിക്ക് പോകേണ്ടതായിരുന്നു. അത് മാറ്റിയപ്പോൾ ഞാൻ പല വഴിക്ക് പോയി. നിലമ്പൂരും തൃശ്ശൂരും ചേർത്തലയിലും മൈക്കത്തുമൊക്കെ പോയിട്ട് ഇന്ന് രാത്രി ആണ് അറിയുന്നത് ഞാൻ ഇന്ന് പോകേണ്ട പരിപാടി ഇന്നില്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എറണാകുളത്ത് എൻ്റെ മോൾക്ക് ഒരു കൊച്ചു മോനുണ്ട്, 4 വയസ്സുകാരൻ. എനിക്ക് തോന്നി വീട് കിട്ടിയായി 9 ദിവസം അവനെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാലോ ഞാൻ ചിന്തിച്ചു. അങ്ങനെ വന്നു. ഞാൻ പതിവ് ദിനകരനെ വിളിച്ചു. ദിനകരൻ പറഞ്ഞു ഇന്നിവിടെ ഇങ്ങനെ വൈപ്പിംഗ് സമ്മേളനം ഉണ്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെല്ലാവരും കൂടി വൈപ്പിംഗ് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ കായലിൻ്റെ അക്കരെ ഞാനുള്ളപ്പോൾ ഞാനതൊരു ദിവസമാക്കി മാറ്റാൻ പാടില്ല. നിങ്ങളെല്ലാവരെയും ഒന്ന് കണ്ട് അല്പനേരം നിങ്ങളുടെ കൂടെ ചെലവഴിച്ച് ചർച്ചകളുടെ കുറച്ച് ഭാഗങ്ങളിൽ കേട്ട് എന്തെങ്കിലും പറയാൻ തോന്നിയാൽ പറയണം എന്നോർത്ത് വന്ന സഹാവാണ്. വൈപ്പിൻ കറിയുള്ള പാർട്ടിയെ പറ്റി എനിക്ക് സാമാന്യമായിട്ട് അറിയാം. പുതിയ കാര്യങ്ങളെക്കാളേറെ എൻ്റെ അറിവ് പഴയ കാലത്തിൻ്റെതാണ്. പഴയ കാലത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും എനിക്ക് പോകാൻ എല്ലാവരെയും കെ സത്യവ്രതൻ മുതൽ ബിജുചേട്ടൻ, ഹസൻ മാഷ്, അങ്ങനെ എല്ലാവരെയും എന്ന് പറഞ്ഞാൽ എല്ലാവരെയും എനിക്ക് ഓർമ്മയുണ്ട്. വൻ നേതാവൊന്നും ആയിരുന്നില്ല നമ്മുടെ അയ്യപ്പൻ മാഷ് ഒച്ചന്തുരുത്തിലെ. ആ സ്കൂളിൽ AISF ഉണ്ടാക്കാൻ വേണ്ടി ചെന്നപ്പോഴെല്ലാം മാഷ് വീട്ട് വിളിച്ചുകൊണ്ട് പോയി ചോറ് വിളപ്പിൽ തന്നു, ഊണ് കഴിച്ചിട്ടേ ഇട്ടിട്ടുള്ളൂ. അപ്പോഴെല്ലാം മാഷ് പറയുമായിരുന്നു വിദ്യാർത്ഥി സംഘടന വലുതായാലേ പാർട്ടി പാടുള്ളൂ. അതാണ് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് നമുക്കെല്ലാവർക്കും ഉണ്ടോ എന്ന് നാം സമയം ചോദിക്കുക. എനിക്ക് നിങ്ങൾക്ക് പറയാം, തെക്കിൻകരയിലെ പാർട്ടി വളരെയാണ് നല്ല വളർച്ചയുണ്ട്. പാർട്ടിക്ക് കരുത്താർജിക്കാനായിട്ടുണ്ട്. നമ്മളെ തോൽപ്പിക്കാമെന്ന് വ്യാമോഹിച്ചവർക്ക് ആ വ്യാമോഹം പതുക്കെ മാറുന്നുമുണ്ട്. അത് പതുക്കെ മാറും. ശിക്ഷിത്താൽ മാറുന്ന രോഗമല്ല. ആ രോഗത്തിൻ്റെ പേര് ഭിന്നിപ്പിൻ്റെ വ്യാധി എന്നാണ്. ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, സിൻഡ്രോം എന്ന വാക്ക്. മെഡിക്കൽ സയൻസ് കൃത്യമായിട്ട് അവർക്ക് നിർവചിക്കാനോ ഉത്തരം പറയാനാകാത്ത അവസരത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സിൻഡ്രോം. അതുപോലെ സിൻഡ്രോമാണ്. അതിൻ്റെ പേര് സ്ക്വിഡ് സിൻഡ്രോം എന്നാണ്. അതിനെയാണ് ഞാൻ മലയാളീകരിച്ച് ഭിന്നിപ്പിൻ്റെ വ്യാധി എന്ന് പറയുന്നത്. ആ വ്യാധി എളുപ്പത്തിൽ മാറില്ല, പക്ഷെ അത് മാറേണ്ടി വരുമത്. അങ്ങനെ മാറാൻ ഒറ്റ വരുന്നേ ഉള്ളൂ. നാം ആ വ്യാധിയുടെ അടിമകൾക്ക് അടിപ്പെട്ടു പോകില്ല എന്ന് അവർക്ക് ബോധ്യമാണ്. മുന്നോട്ട് വെച്ച കാൽ നാം മുൻപോട്ട് വെച്ചില്ല എന്ന് അവർക്ക് നല്ല അകതിരിവുണ്ടാകും. അപ്പോൾ പതുക്കെ ആ വ്യാധി മാറാൻ തുടങ്ങും. കൈപ്പിൻകരയിൽ ആ രോഗത്തിൻ്റെ മാറ്റം വളരെ മെല്ലെ ആരംഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഇവിടുത്തെ സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അവരിങ്ങോട്ട് വരുന്ന CPI എത്തി. ഒരുപക്ഷെ അടുത്ത കാലത്ത് ആദ്യമായിട്ടായിരിക്കും. അതുകൊണ്ടെല്ലാം ആയി എന്നല്ല, പക്ഷെ അത് മാറ്റം ഉണ്ടെന്ന കാര്യം അറിയാതെ പോകരുത്. അതിൻ്റെ കാരണം അവരൂതിയാൽ പറന്നു പോകുന്ന അപ്പൂപ്പൻ താടിയല്ല CPI എന്ന് അവർക്ക് ബോധ്യമായിരിക്കും.
നാം ഉറപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കരുത്തായി കാണുന്ന പാർട്ടി. ആ മൂല്യങ്ങളെ എല്ലാത്തിൻ്റെയും വലുതായി ഉയർത്തിപ്പിടിക്കാൻ കെൽപ്പുള്ള പാർട്ടി. ആ പ്രതിജ്ഞയുമായി പടക്കളത്തിറങ്ങി പോരാടുന്നവരുടെ പാർട്ടി. അത്രയൊരു പാർട്ടിയെ തല്ലിയും മർദ്ദിച്ചും വിഷയപ്പെടുത്തിയും അപവാദം പറഞ്ഞതെല്ലാം തോൽപ്പിക്കലാകുമ്പോഴെന്ന് അവർ നല്ലവണ്ണം ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ. ആ ശ്രമങ്ങൾക്ക് കുറേ പഴക്കമുണ്ട്. എന്നേക്കാളും നിങ്ങൾക്കറിയാമത്. അതെല്ലാം ഉണ്ടായപ്പോൾ